ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താ വീഡിയോ എന്നുള്ളത് നമുക്ക് കാണാം. ഞങ്ങൾ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ്. അമ്മ പായസമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട്. കാണിച്ചു തന്ന അമ്മ എങ്ങോട്ട് തിരി. അമ്മ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അമ്മമ്മയ്ക്ക് സാരിയൊക്കെ മേടിച്ചിട്ടുണ്ട്. സോ ഞാൻ അമ്മമ്മേൻ്റെ വീട്ടിൽ പോവാണ്. ഇതാണ് എൻ്റെ വീട് കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് അമ്മമ്മേൻ്റെ വീട് വരുന്നത്. ഇതാ ആ കാണുന്നതാണ് കേട്ടോ വീട്. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. അമ്മമ്മയ്ക്ക് അറിഞ്ഞുകൂടാ ഇന്ന് എൻ്റെ അമ്മമ്മേൻ്റെ ബർത്ത്ഡേ ആണെന്നൊന്നും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവൾക്ക് ക്യാമറ അലർജിയാണ്, കാണിക്കാൻ പറ്റില്ല, കാണിക്കരുതെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. അമ്മ ബെല്ലടിക്കാൻ പോവാണ്. എന്താണെന്നറിയില്ല. ഇതാണ് കേട്ടോ എൻ്റെ അമ്മമ്മേൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ തൊട്ട ബാക്കിലാണ്. അതാണ് എൻ്റെ വീട്, ഇതാണ് അമ്മമ്മേൻ്റെ വീട്. അപ്പം ആരോ വനവാതിൽ തുറക്കുന്നുണ്ട്. തുറക്കുന്നത് അമ്മമ്മയും ചേച്ചിയമ്മയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മമ്മ. അമ്മമ്മ കറിയുണ്ടല്ലോ. അങ്ങനെ അമ്മമ്മേൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷം കണ്ടതോടുകൂടെ ഞങ്ങൾക്കും എക്സൈറ്റ്മെൻറ്റും സന്തോഷം കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഒരുമാതിരി എന്താ പറയുക, ഭയങ്കര ഒരു ടക്ക് എന്നുള്ള ഹാപ്പിനെസ് ആയിരുന്നു അമ്മമ്മയ്ക്ക്. അതേപോലെ അമ്മമ്മ ഒരിക്കലും കണ്ണ് നിറയും കരഞ്ഞു പോകുന്നൊന്നും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതേ അല്ല. കുറേ ഒരു വലിയ ബ്രേക്കിന് ശേഷമാണ് സത്യം പറഞ്ഞെങ്കിൽ ഒരു ഹാപ്പി മൊമെൻറ്റ് ഉണ്ടായത്. കുറച്ചധികം ട്രാജഡികളൊക്കെ ഫാമിലിയിൽ വന്ന് പോയതുകൊണ്ട് തന്നെ ഒരു അമ്മമ്മ അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പിയായിട്ട് കണ്ട കുറച്ച് കാലങ്ങൾക്ക് ശേഷമുള്ള മൊമെൻ്റ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മേൻ്റെ ചേച്ചിയും ഉണ്ടായിരുന്നു, അമ്മമ്മയും ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങളെല്ലാവരും കൂടെ ആ മൊമെൻ്റ് അങ്ങ് ഹാപ്പിയറാക്കി തീർത്തു. പിന്നെ അമ്മമ്മയ്ക്ക് കേക്കും കാര്യങ്ങളും കട്ട് ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല എന്നല്ല, അങ്ങനെ കഴിക്കില്ല. അമ്മമ്മ കേക്ക് കഴിക്കുന്നതൊക്കെ വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അമ്മ പായസം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അമ്മമ്മയ്ക്ക് പായസം ഭയങ്കര ഇഷ്ടം. അപ്പോൾ പായസം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതേപോലെ സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും അമ്മയ്ക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസ് കൊടുത്ത അമ്മമ്മേനെ ഞങ്ങൾ ഞെട്ടിച്ചിട്ടുണ്ട്. അമ്മമ്മയും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അമ്മമ്മ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എൻ്റെ ലൈഫിലൊന്നും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വലിയ സ്പേസ് ഉള്ള ഒരാളാണ് എൻ്റെ അമ്മമ്മ. വെറുതെ പോലും എനിക്ക് അമ്മമ്മേൻ്റെ അടുത്ത് പോയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഡേ എല്ലാവരും കൂടെ നന്നായിട്ട് കളർഫുള്ളാക്കിയിട്ടുണ്ട്. അങ്ങനെ അമ്മമ്മ ഫുൾ സന്തോഷവതിയിരിക്കുകയാണ്. സന്തോഷവതിയായിരിക്കുകയാണ്. അവർക്ക് ക്യാമറ അലർജി ആയതുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. യൂട്യൂബിലിടുന്നുള്ള പേടി കാരണം ഇവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. ഗായ്സ് ഞാൻ കാണിച്ചു തരാം. അത് ഗായ്സ് സന്തോഷായോ? ഇവിടേക്ക് നോക്കൂ. സന്തോഷായോ? കരഞ്ഞിട്ടുണ്ട് അമ്മമ്മ. അമ്മമ്മക്ക് വളരെ സന്തോഷമാണ്. ഡാൻസ് കളിക്കാം അമ്മ. എനിക്കറിയില്ല. അങ്ങോട്ട് കൊടുക്കണേ. എന്താണ് ഇതെന്താ? ഉണ്ണിയപ്പം ഗൈസ്. ഹലോ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ ആണ്. ആക്ച്വലി ഇതത്ര പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് എന്താ പറയുക, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനമായിരുന്നു. അമ്മയ്ക്കായിരുന്നു ഓർമ്മ ഉണ്ടായിരുന്നത് അമ്മമ്മേൻ്റെ പിറന്നാളാണ്. അപ്പോൾ അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളും അതിൻ്റെതായ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അമ്മ പായസമൊക്കെ വെച്ചു, സാരിയൊക്കെ മേടിച്ചു, കൊണ്ടുകൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മമ്മ കാര്യമൊക്കെ ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പ്രായ ആൾക്കാരെന്നല്ല, നമ്മൾ അമ്മമാരെ പിറന്നാൾ എന്നൊക്കെ പറയുമ്പോൾ അത് അവരറിയാതെ സെലിബ്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യമല്ലേ. സോ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അവർ ഭയങ്കര സൗണ്ടാണ്. അമ്മേൻ്റെ ചേച്ചിയാണ്. ഇവർ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചിരിച്ച് വളരെ മൈൻഡ്ഫുൾനെസ് ആയിട്ടാണ് സംസാരിക്കുക. അതുകൊണ്ട് തന്നെ അടുത്തിരിക്കുന്ന ആൾക്കാർക്കൊന്നും ഭയങ്കര സൗണ്ടായിരിക്കും.
ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ. സോ ഇത്രയൊക്കെ ഉള്ളൂ. എന്താ സന്തോഷമായി, അമ്മമ്മയ്ക്ക് സന്തോഷമായതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും സന്തോഷമായി. നമ്മൾ പ്രായമായ ആൾക്കാർ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒട്ടും കൺസിഡർ ചെയ്യാതിരിക്കുന്നതും മൈൻഡ് ചെയ്യാതിരിക്കുന്നതും നമ്മളൊരു വാല്യൂ എടുക്കാതിരിക്കുന്നതൊക്കെ വളരെ മോശമാണ്. കാരണം നമ്മളും എല്ലാ കാലത്തും എല്ലാ ടൈമിലും ഈ ഒരു പ്രായമായിരിക്കില്ല, ഈ സമയം കടന്നു പോവും, നമ്മളും മാറും, നമുക്ക് മാറ്റങ്ങൾ വരും. അപ്പോൾ നാളെ നമുക്കൊരു ജനറേഷൻ ഉണ്ടാവുന്ന സമയത്ത് അവരും നമ്മളെ കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മളും നമ്മളുടെ അമ്മമാരെയൊക്കെ ഒന്ന് വാല്യൂ ചെയ്യുന്നത് നന്നായിരിക്കും, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. സോ അത് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതല്ലേ ഉള്ളൂ. ബൈ.